ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, ഓണത്തിന് വേണ്ടി എങ്ങനെയാണ് ഞാൻ മാങ്ങ, നാരങ്ങ, ഇഞ്ചി എന്നീ അച്ചാറുകൾ ഇടുന്നതെന്ന് നിങ്ങളടുത്ത് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ആദ്യമായി പറയുന്നത് വേറൊന്നുമല്ല, എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, പുതിയതായിട്ട് ഈ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ആദ്യമായി കാണിക്കുന്നത് മാങ്ങാച്ചാർ ഇടുന്നതാണ് ആദ്യമായിട്ട് കാണിക്കുന്നത്. പിന്നീട് എങ്ങനെയാണ് കറി നാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും പിന്നീട് ഇഞ്ചി അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിതിൽ കാണിക്കുന്നത്. ആദ്യം തന്നെ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മളൊരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലെണ്ണ എടുത്ത് ഒഴിച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ കുറച്ച് തൊലി കളഞ്ഞ വെളുത്തുള്ളി ഇട്ട് ആ നല്ലെണ്ണയിലിട്ട് മൂപ്പിക്കുക. അതിനുശേഷം നമ്മൾ അച്ചാറിന് ഉപയോഗിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ട് നമ്മൾ ആ എണ്ണയ്ക്കകത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ആ മൂത്ത ആ മുളക് പൊടിയിലേക്കും എണ്ണയിലേക്കും ഒക്കെ നമ്മൾ ഈ മാങ്ങ തട്ടിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല സൂപ്പർ മാങ്ങ അച്ചാർ കിട്ടും. അപ്പോൾ ഈ ചൂടാക്കിയതിന് ശേഷം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് പിന്നെ തീയുടെ ആവശ്യമില്ല. ആ ചൂട് എണ്ണയിൽ തന്നെ ഇത് നല്ല റെഡിയായി കിട്ടുന്നതായിരിക്കും. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല സൂപ്പർ മാങ്ങാച്ചാർ കിട്ടും. പിന്നെ കറിനാരങ്ങ എങ്ങനെയാണ് ഇട്ടതെന്ന് വെച്ചാൽ, കറിനാരങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ഷേപ്പോടെ അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ കടുക് വറുക്കാനുള്ള എണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക്, ഉണക്കമുളക് അരിഞ്ഞത്, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഇൻഗ്രീഡിയൻസായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ആ എണ്ണയിലിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കറിനാരങ്ങ അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വെന്ത് ഒന്ന് പറ്റി വരും. ആ വെള്ളമൊക്കെ പറ്റി വരുമ്പോഴത്തേക്ക് നമുക്കത് ഇറക്കി വയ്ക്കാവുന്നതാണ്. നല്ല സൂപ്പർ കറിനാരങ്ങ അച്ചാർ കിട്ടും. ഇങ്ങനെയാണ് ഞങ്ങൾ കറിനാരങ്ങ ഇടാറുള്ളത്. അതിനുശേഷം ഞങ്ങൾ ഇട്ടത് ഇഞ്ചി അച്ചാറാണ്. ഇഞ്ചി അച്ചാറെന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചി നല്ല ഷേപ്പായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഞാനിത് ഈ വീഡിയോയിൽ ഒരു കാര്യം കാണിച്ചിട്ടില്ല, ഇഞ്ചി മൂപ്പിക്കുന്നത് കാണിച്ചില്ല കേട്ടോ. നല്ലതുപോലെ മൂപ്പിക്കണം എണ്ണയിലിട്ട്. അപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നല്ലതുപോലെ എണ്ണയിലിട്ട് മൂപ്പിച്ചതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പച്ചമുളക്, ചുമന്നുള്ളി, കറിവേപ്പില, ഉണക്കമുളക് ഇതെല്ലാം കൂടി നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇതിൻ്റെ പൊടികളുണ്ട്, ആ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. പൊടികളെന്ന് പറയുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് ചേർത്ത് കൊടുത്ത് അതും ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് കുറച്ച് കുറുകി വരുമ്പോൾ ഇഞ്ചി അച്ചാർ സൂപ്പർ. പിന്നെ നാരങ്ങയ്ക്കും മാങ്ങയ്ക്കും ഒക്കെ നമുക്ക് ലേശം ഉലുവാപ്പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഇഞ്ചി അച്ചാർ ഉണ്ടാക്കുമ്പോൾ ശർക്കരയൊക്കെ ചേർക്കാറുണ്ട്. ഇതിൽ ചേർത്തില്ല. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സഹായിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. ഓക്കെ, ബൈ.